ഞാൻ ഇന്നൊരു അടിപൊളി അവിൽ മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അവിൽ മിൽക്കാണിത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ ഒരു അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് കശുവണ്ടിയും കുറച്ച് നിലക്കടല വറുത്തതും കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, കുറച്ച് വറുത്ത അവിൽ, ഒരു പൂവമ്പഴം ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള പഞ്ചസാര, കുറച്ച് കട്ടപ്പാല്, ഇവയൊക്കെയാണ് എടുത്തേക്കുന്നത്. എന്നാൽ നമുക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പഴവും പഞ്ചസാരയും കട്ടപ്പാലും കൂടെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ പഞ്ചസാരയും പഴവും ഒരു സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുക്കുന്ന രീതിയിലൊക്കെ അവിൽ മിൽക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒരു ജ്യൂസ് ആക്കി എടുക്കുന്ന ആ ജ്യൂസ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു സ്പൂൺ അളവിൽ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയിൽ അടിച്ച് ഇപ്പോൾ ഒരു ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അവിൽ മിൽക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ആദ്യം കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക. ടൂട്ടി ഫ്രൂട്ടിക്ക് മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുക. ശേഷം കുറച്ച് നിലക്കടല കൂടി ചേർത്ത് കൊടുത്ത് അതിന് മുകളിൽ കുറച്ച് ബൂസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. അതിന് മുകളിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ജ്യൂസ് കുറച്ച് ചേർത്ത് കൊടുക്കുക. വീണ്ടും കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, കുറച്ച് കാഷ്യൂ നട്ട്സ്, കുറച്ച് നിലക്കടല, ബൂസ്റ്റ്, അവിൽ, നമ്മൾ തയ്യാറാക്കിയ ജ്യൂസ്, ഇവയെല്ലാം ഇട്ട് മറ്റൊരു ലെയർ കൂടി ചെയ്യുക. അങ്ങനെ നമ്മളെടുത്ത ഗ്ലാസിൻ്റെ അളവിനനുസരിച്ചിട്ട് ഓരോ ലെയറായിട്ട് ഇവയെല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ അവിൽ മിൽക്ക് റെഡിയാക്കി ഉടനെ തന്നെ കഴിക്കണം. അല്ലെങ്കിൽ അവിലൊക്കെ കുതിർന്നു പോയിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ശേഷം ഏറ്റവും മുകളിലായിട്ട് കുറേ ബൂസ്റ്റ് ചേർത്ത് അതിന് മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടെ വെച്ച് ഒന്ന് അലങ്കരിച്ചെടുക്കാം. നമ്മൾ കട്ടപ്പാലും പഴവും പഞ്ചസാരയും ഒക്കെ അടിച്ചെടുത്ത ജ്യൂസ് ഇതിലേക്ക് ചേർത്തേക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ അവിൽ മിൽക്കിന്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മലബാറിൻ്റെ സ്വന്തം അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അവിൽ മിൽക്ക് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്